IPL 2026 സീസണിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടങ്ങളിലൊന്നിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ച് മുംബൈ ഇന്ത്യൻസ് തകർത്തുവിട്ടു. 99 റൺസിന്റെ കൂറ്റൻ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ നില മെച്ചപ്പെടുത്തിയ മുംബൈ തങ്ങൾ ടൂർണമെന്റിലേക്ക് ശക്തമായി തിരിച്ചു വന്നതെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. തിലക് വർമ്മയുടെ സെഞ്ചുറിയും അശ്വനി കുമാറിന്റെ പന്തേറുമാണ് ഈ വിജയത്തിന്റെ നെടുംതൂണുകൾ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന മുംബൈ ഇന്ത്യൻസിന് തുടക്കം പാളുന്ന കാഴ്ചയാണ് കണ്ടത്. പരിക്കേറ്റ രോഹിത് ശർമ്മയുടെ അഭാവം ടീമിനെ തുടക്കത്തിൽ നന്നായി ബാധിച്ചു. IPL 2026 ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ഇന്നിംഗ്സ് തിലക് വർമ്മയുടെ അവിശ്വസനീയമായ പ്രകടനത്തിലാണ് സാക്ഷ്യം വഹിച്ചത്. രോഹിത് ശർമ്മയെ പോലെയുള്ള സ്ഥിരം ഓപ്പണർമാരുടെ അഭാവത്തിൽ ബാറ്റിംഗിനിറങ്ങിയ മുംബൈ തുടക്കം തന്നെ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഓപ്പണർമാരായ ഡാനിഷ് മെലോവർ, കിൻഡൻ ഡീകോക്ക് എന്നിവരെ റബാദ വേഗത്തിൽ പുറത്താക്കിയതോടെ മുംബൈ പതറി. പിന്നാലെ എത്തിയ സൂര്യകുമാർ യാദവും 15 റൺസിന് മടങ്ങിയതോടെ 44 റൺസിന് 3 വിക്കറ്റ് എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ടീം കൂപ്പുകുത്തി. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് യുവതാരം തിലക് വർമ്മ രക്ഷാപ്രവർത്തനവുമായി ക്രീസിലെത്തിയത്. തുടക്കത്തിൽ നിലയുറപ്പിക്കാൻ ശ്രമിച്ച തിലക് പിന്നീട് നമൻ ധീറിനെ കൂട്ടുപിടിച്ച് ആക്രമണത്തിലേക്ക് മാറി. ഇരുവരും ചേർന്ന് 4 വിക്കറ്റിൽ വേഗതയാർന്ന 52 റൺസുകൾ കൂട്ടിച്ചേർത്ത് ഇന്നിംഗ്സിന് ജീവൻ നൽകി. നമൻ ധീറും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും പുറത്തായിട്ടും തളരാതെ പോരാടിയ തിലക് വർമ്മ വെറും 45 പന്തിൽ തന്റെ കരിയറിലെ ഉജ്ജ്വലമായ സെഞ്ചുറി പൂർത്തിയാക്കി. 7 സിക്സറുകളും 8 ഫോറുകളും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ പടുകൂറ്റൻ ഇന്നിംഗ്സിന്റെ കരുത്തിൽ മുംബൈ ഇന്ത്യൻസ് 199 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. പ്രമുഖ ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ട മത്സരത്തിൽ തിലക് വർമ്മ നടത്തിയ ഈ പോരാട്ടം ഒരു യഥാർത്ഥ ഏകാംഗ പോരാട്ടം തന്നെയായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ഉയർത്തിയ 200 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ഗുജറാത്ത് ടൈറ്റൻസിന് തുടക്കം മുതലേ ബാറ്റിംഗ് തകർച്ചയാണ് നേരിടേണ്ടി വന്നത്. മുംബൈയുടെ ബൌളിംഗ് നിരയ്ക്ക് മുന്നിൽ ഗുജറാത്തി വിക്കറ്റുകൾ ചീട്ടുകൊട്ടാരം പോലെ വീഴുന്ന കാഴ്ചയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കണ്ടത്. വെറും 15.5 ഓവറിൽ 100 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസ് എല്ലാവരും പുറത്തായി. മുംബൈയുടെ യുവ ബൗളർ അശ്വനി കുമാറിന്റെ തകർപ്പൻ പ്രകടനമാണ് ഗുജറാത്തിനെ തകർത്തത്. 4 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ഗുജറാത്ത് നിരയിൽ അല്പമെങ്കിലും പൊരുതിയത്. നായകൻ ശുഭ്മാൻ ഗിൽ, ഷാരൂഖ് ഖാൻ, കിസ്കോ റബാദ എന്നിവർ മാത്രമാണ് 2 അക്കം കടന്ന മറ്റു താരങ്ങൾ. സായി സുദർശൻ റണ്ണൊന്നും എടുക്കാതെ പുറത്തായപ്പോൾ ജോസ് ബട്ട്ലർ, ഫിലിപ്സ് തുടങ്ങിയ പ്രമുഖർ നിരാശപ്പെടുത്തി. അശ്വനിക്ക് പുറമെ മിച്ചൽ സ്റ്റാർനർ, ഗസൻഫാർ എന്നിവർ 2 വിക്കറ്റ് വീതവും ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി മുംബൈയുടെ 99 റൺസിന്റെ വമ്പൻ വിജയം ഉറപ്പാക്കി. IPL 2026 ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ ഈ ഉജ്ജ്വല വിജയം മുംബൈ ഇന്ത്യൻസിന് കേവലം 2 പോയിന്റുകൾ മാത്രമല്ല സമ്മാനിച്ചത്, മറിച്ച് ടൂർണമെന്റിലെ വരും പോരാട്ടങ്ങൾ നേരിടാനുള്ള വലിയ ആത്മവിശ്വാസം കൂടിയാണ്. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷം ലഭിച്ച ഈ ജയത്തോടെ 6 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവുമായി മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. തോൽവി വഴങ്ങിയെങ്കിലും 6 പോയിന്റുള്ള ഗുജറാത്ത് 6ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. 99 റൺസിന്റെ ഈ കൂറ്റൻ വിജയം മുംബൈയുടെ നെറ്റ് റൺ റേറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇത് ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ പ്ലേ ഓഫ് സാധ്യതകൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. കൂടാതെ പരിക്കിനെ തുടർന്ന് വിട്ടുനിന്ന രോഹിത് ശർമ്മ അടുത്ത മത്സരത്തിൽ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന വാർത്ത ആരാധകർ ഇരട്ടി മധുരമാണ് നൽകുന്നത്. IPL 2026 സീസണിലെ മുംബൈ ഇന്ത്യൻസ് നടത്തിയ ഈ ഉജ്ജ്വല തിരിച്ചുവരവ് ടൂർണമെന്റിലെ വരും മത്സരങ്ങളെ കൂടുതൽ ആവേശകരമാക്കുന്നു. തുടർച്ചയായ തോൽവികളിൽ തളരാതെ യുവതാരം തിലക് വർമ്മയെ പോലെയുള്ളവരുടെ അസാമാന്യ ബാറ്റിംഗ് കരുത്തിലും അശ്വനി കുമാറിന്റെ പന്തേറിലും മുംബൈ നേടിയ ഈ വിജയം വെറുമൊരു ജയമല്ല, മറിച്ച് ടീമിന്റെ പോരാട്ട വീര്യത്തിന്റെ തെളിവ് കൂടിയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ ശക്തമായൊരു ടീമിനെ അവരുടെ തട്ടകത്തിൽ വെച്ച് ഇത്ര വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയത് മുംബൈ ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പരിക്കിൽ നിന്ന് മുക്തനായി രോഹിത് ശർമ്മ തിരിച്ചെത്തുന്നതോടെ ടീമിന്റെ ബാറ്റിംഗ് നിര കൂടുതൽ കരുത്താർജിക്കുമെന്ന് ഉറപ്പാണ്. പോയിന്റ് പട്ടികയിൽ നില മെച്ചപ്പെടുത്തിയ മുംബൈക്ക് വരും മത്സരങ്ങളിൽ ഇതേ ഫോം തുടരാനായാൽ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താൻ സാധിക്കും. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ ഈ ഉദയം IPL 2026 കൂടുതൽ പ്രവചനാതീതവും ആസ്വാദ്യകരമാക്കി മാറ്റിയിരിക്കുന്നു.